ലെറ്റ്സ് ഗോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യൻ വാഹന വിപണിയിൽ ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു വൻ വിപ്ലവത്തിനാണ്. ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ 8 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ വിൽപ്പനയും വളർച്ചയുമാണ് 2026 മെയ് മാസത്തിൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ റീറ്റെയിൽ രംഗം കൈവരിച്ചിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളിലുണ്ടായ വൻ വർധനവും വിപണിയിലേക്ക് എത്തുന്ന പുത്തൻ സാങ്കേതിക വിദ്യകളും ഈ മേഖലയെ ഉണർത്തിക്കഴിഞ്ഞു. എന്നാൽ ഈ വളർച്ചയോടൊപ്പം തന്നെ വാഹനപ്രേമികളെ കാത്തിരിക്കുന്ന മറ്റു ചില പ്രധാന വാർത്തകളുമുണ്ട്. എന്താണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ രംഗത്ത് ഇപ്പോൾ സംഭവിക്കുന്നത്? വിലക്കയറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ എന്താണ്? ഏതൊക്കെ പുതിയ കാറുകളാണ് ഇനി വിപണികൾ കീഴടക്കാൻ വരുന്നത്? നമുക്ക് ആദ്യം തന്നെ വിപണിയിലെ യഥാർത്ഥ കണക്കുകളിലേക്ക് കടക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2026 മെയ് മാസത്തിൽ ഇന്ത്യയിലെ ഓട്ടോ റീറ്റെയിൽ മേഖല 8 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് വ്യാപാരം നടത്തുന്നത്. ഏപ്രിൽ മാസത്തിൽ വിപണി കൈവരിച്ച സ്ഥിരതയാർന്ന അടിത്തറയ്ക്ക് ശേഷമാണ് മെയ് മാസത്തിൽ ഈ വൻ കുതിച്ചുചാട്ടം ഉണ്ടായതെന്ന് ആഗോള ഓട്ടോമൊബൈൽ ഡാറ്റ അനലിറ്റിക്സ് ഗ്രൂപ്പായ ജാറ്റോ സാക്ഷ്യപ്പെടുത്തുന്നു. സർക്കാരിന്റെ വാഹൻ പോർട്ടലിൽ നിന്നുള്ള രജിസ്ട്രേഷൻ വിവരങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഈ ഡിമാൻഡ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇരുചക്ര വാഹനങ്ങൾ, പാസഞ്ചർ കാറുകൾ, കൊമേഴ്സ്യൽ വാഹനങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും മികച്ച വളർച്ചയുണ്ട്. ഈ വൻ കുതിപ്പ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനികളുടെ ഓഹരി വിലയിലും വലിയ പ്രതിഫലനമുണ്ടാക്കി. TVS മോട്ടോർ, ബജാജ് ഓട്ടോ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹീറോ മോട്ടോകോർപ്പ്, മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ് എന്നിവയുടെ ഓഹരികൾ വിപണിയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള ആവശ്യകത വർദ്ധിച്ചതും വിവാഹ സീസണും മികച്ച സാമ്പത്തിക അന്തരീക്ഷവുമൊക്കെ മെയ് മാസത്തെ ഈ റെക്കോർഡ് പ്രകടനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളാണ്. ഈ പോസിറ്റീവ് തരംഗത്തിനിടയിലേക്കാണ് ഇന്ത്യയിലെ ജനപ്രിയ ബ്രാൻഡുകൾ തങ്ങളുടെ പുതിയ മോഡലുകളുമായി എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടാറ്റ മോട്ടോഴ്സിന്റെ പുതിയ പരീക്ഷണം. ഇന്ത്യയിലെ എൻട്രി ലെവൽ ഹാച്ച്ബാക്ക് വിപണി പിടിച്ചടക്കാൻ ടാറ്റ തങ്ങളുടെ 2026 ടിയാഗോ ഫേസ് ലിഫ്റ്റ് വിപണിയിൽ ഇറക്കിക്കഴിഞ്ഞു. വെറും 4.69 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രാരംഭ വില. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ റോഡുകളിലുള്ള ടിയാഗോയുടെ രണ്ടാമത്തെ വലിയ മുഖമിനുക്കലാണിത്. മാരുതി സുസുക്കി സെലേറിയോ, ഹ്യുണ്ടായി ഗ്രാൻഡ് ഐ10 നിയോസ് എന്നിവയോടാണ് ഇത് മത്സരിക്കുന്നത്. കൂടുതൽ ഷാർപ്പായ ഹെഡ് ലാമ്പുകൾ, കണക്റ്റഡ് ടെയിൽ ലാമ്പ് സെറ്റപ്പ് എന്നിവയ്ക്ക് പുറമെ 10.2 ഇഞ്ച് ഇൻഫോടൈൻമെന്റ് ടച്ച് സ്ക്രീൻ, ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, ഡ്യുവൽ വയർലെസ് ചാർജിംഗ് പാഡ്സ്, 360 ഡിഗ്രി ക്യാമറ തുടങ്ങിയ പ്രീമിയം ഫീച്ചറുകൾ ഇപ്പോൾ ഈ ചെറിയ കാറിലും ടാറ്റ ലഭ്യമാക്കിയിട്ടുണ്ട്. 1.2 ലിറ്റർ പെട്രോൾ, CNG എഞ്ചിനുകളിൽ മാനുവൽ ആൻഡ് AMT ഓപ്ഷനുകൾ ഇതിലുണ്ട്. ഇനി നമുക്ക് പ്രീമിയം SUV വിഭാഗത്തിലേക്ക് വരാം. MG മോട്ടോഴ്സ് തങ്ങളുടെ പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡലായ മജസ്റ്ററിന്റെ ഉൽപ്പാദനം ഗുജറാത്തിലെ ഹാലോൾ പ്ലാന്റിൽ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിലുണ്ടായിരുന്ന MG ഗ്ലോസ്റ്ററിന് പകരക്കാരനായാണ് മജസ്റ്റർ എത്തുന്നത്. ടൊയോട്ട ഫോർച്യൂണർ, ജീപ്പ് മെറിഡിയൻ എന്നിവയുമായാണ് ഇതിന്റെ മത്സരം. 40 ലക്ഷം മുതൽ 45 ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം വില പ്രതീക്ഷിക്കുന്ന ഈ വമ്പൻ SUVയിൽ 2.0 ലിറ്റർ ടിൻ ടർബോ ഡീസൽ എഞ്ചിനാണുള്ളത്. 215 HP കരുത്തും 478.5 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഈ വാഹനം 4 വീൽ ഡ്രൈവ്, ലോ റേഞ്ച് സെറ്റപ്പ്, 3 ലോക്കിംഗ് ഡിഫറൻഷ്യലുകൾ എന്നിവയോടൊപ്പമാണ് വരുന്നത്. പനോരമിക് സൺറൂഫ്, 3 സോൺ AC, ലെവൽ 2 അഡാസ് തുടങ്ങിയ അത്യാധുനിക ആഡംബര സൗകര്യങ്ങളും ഇതിലുണ്ട്. വെറും 41,000 രൂപ നൽകി ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ഇത് പ്രീ ബുക്ക് ചെയ്യാം. ജൂൺ മാസത്തിൽ നിരവധി പുതിയ ലോഞ്ചുകൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. യൂറോപ്യൻ ബ്രാൻഡായ വോക്സ്വാഗൺ 2026 വലിയ 5 പ്രധാന പ്രോഡക്റ്റ് ഇന്റർവെൻഷൻസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ ജനപ്രിയ മോഡലുകളുടെ ഫേസ് ലിഫ്റ്റുകളും പ്രത്യേക പതിപ്പുകളും ഇതിൽ ഉൾപ്പെടും. ഈ വർഷം എല്ലാ ക്വാർട്ടറിലും പുതിയ സർപ്രൈസ് കാറുമായി വിപണിയെ ഞെട്ടിക്കാൻ വോക്സ്വാഗൺ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിനെയാണ് കമ്പനി 5 പ്രോഡക്റ്റ് ഇന്റർവെൻഷൻസ് എന്ന് വിളിക്കുന്നത്. കേവലം SUVകളിൽ മാത്രം ഒതുങ്ങാതെ സെഡാൻ, ഹാഷ്ബാക്ക് കൂടാതെ ഇലക്ട്രിക് എന്നീ വിഭാഗങ്ങളിലെല്ലാം വോക്സ്വാഗന്റെ സാന്നിധ്യം ഈ വർഷം ഉണ്ടാകും. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വോക്സ്വാഗൺ തങ്ങളുടെ ആദ്യത്തെ സർപ്രൈസ് പൊട്ടിച്ചു കഴിഞ്ഞു. അതാണ് ടൈറോൺ R ലൈൻ. മുൻപുണ്ടായിരുന്ന ടുഗാനിന് പകരക്കാരനായി എത്തുന്ന ഈ ഫ്ലാഗ്ഷിപ്പ്
7 സീറ്റർ SUV ഇന്ത്യയിൽ തന്നെയാണ് അസംബ്ലി ചെയ്യുന്നത്. 201 bhp കരുത്തുള്ള 2.0 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, 15 ഇഞ്ചിന്റെ ഭീമൻ ടച്ച് സ്ക്രീൻ, ലെവൽ 2 ADAS സുരക്ഷ എന്നിവയുള്ള ഈ ആഡംബര SUV ടൊയോട്ട ഫോർച്യൂണറിനോടാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. വോക്സ്വാഗൻ ടൈഗൂൺ ഫേസ് ലിഫ്റ്റ് ആണ് രണ്ടാമത്. വോക്സ്വാഗന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വോളിയം ഡ്രൈവർ അഥവാ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലാണ് ടൈഗൂൺ. വിപണിയിൽ വന്ന് 1 ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച ടൈഗൂൺ 2026 പുത്തൻ ഫേസ് ലിഫ്റ്റ് രൂപത്തിലാണ് എത്തിയിരിക്കുന്നത്. കൂടുതൽ അഗ്രസീവായ പുതിയ ഡിസൈനും പനോരമിക് സൺറൂഫും കൂടുതൽ സ്മാർട്ട് ഫീച്ചറുകളുമായിട്ടാണ് ഇതിന്റെ വരവ്. വോക്സ്വാഗൻ വിർച്ചസ് ഫേസ് ലിഫ്റ്റ് ആണ് മൂന്നാമത്. സെഡാൻ പ്രേമികളുടെ നെഞ്ചിടിപ്പായ വിർച്ചസിന്റെ മുഖം മിനുക്കിയ പതിപ്പാണ് അടുത്തത്. നിലവിലുള്ള കിടിലൻ ലുക്കിന് പുറമെ ആധുനിക ഡ്രൈവിംഗ് അസിസ്റ്റൻസ് ഫീച്ചറായ അഡാസും പുതിയ കണക്റ്റഡ് സാങ്കേതിക വിദ്യകളും ഈ 2026 പതിപ്പിൽ വോക്സ്വാഗൻ ഉൾപ്പെടുത്തും. നാലാമൻ വോക്സ്വാഗൻ ഗോൾഫ് GTI. ഇന്ത്യയിലെ വണ്ടി പ്രാന്തന്മാർ പണ്ട് മുതലേ നെഞ്ചിലേറ്റിയ പേരാണ് വോക്സ്വാഗൻ പോളോ എന്നത്. എന്നാൽ ഇത്തവണ വോക്സ്വാഗൻ ലക്ഷ്യമിടുന്നത് അതിലും വലിയൊരു മീനിനെയാണ്. തങ്ങളുടെ ആഗോള ഐക്കണായ ഗോൾഫ് GTI എന്ന പെർഫോമൻസ് ഹോട്ട് ഹാച്ച്ബാക്കിന്റെ പുതിയ ബാച്ച് വിപണിയിൽ എത്തിക്കാൻ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ചുരുങ്ങിയ എണ്ണത്തിൽ മാത്രം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഈ കാർ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വിരുന്നായിരിക്കും. ഇനി അഞ്ചാമൻ വോക്സ്വാഗൻ ID.4. ഭാവി ഇലക്ട്രിക് വാഹനങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ ഈ 5 പ്ലാനുകളിൽ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ ഒന്നാണ് വോക്സ്വാഗന്റെ ആദ്യത്തെ ഓൾ ഇലക്ട്രിക് SUV ആയ ID.4. ഇന്ത്യയിലെ EV വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഈ ആഗോള ഇലക്ട്രിക് മോഡൽ വോക്സ്വാഗൻ ഈ വർഷം വിപണിയിൽ പരീക്ഷിച്ചേക്കും. എന്തുകൊണ്ടാണ് വോക്സ്വാഗൻ പെട്ടെന്ന് ഇത്രയും അഗ്രസീവായ ഒരു തന്ത്രത്തിലേക്ക് മാറിയത്? ഇതിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഇന്ത്യ EU ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറുകൾ വഴി യൂറോപ്യൻ കാറുകളുടെ ഇറക്കുമതി നികുതി 110% നിന്നും 40% കുറഞ്ഞിട്ടുണ്ട്. ഇത് വോക്സ്വാഗന് തങ്ങളുടെ മികച്ച അന്താരാഷ്ട്ര മോഡലുകൾ കുറഞ്ഞ വിലയിൽ ഇന്ത്യയിൽ എത്തിക്കാൻ വലിയൊരു അവസരമാണ് നൽകുന്നത്. രണ്ടാമത്തേത് പ്രീമിയം വിപണിയിലെ ഡിമാൻഡാണ്. വോക്സ്വാഗന്റെ വിൽപ്പനയിൽ ഏകദേശം 60% അവരുടെ ടോപ്പ് എൻഡ് മോഡലുകളായ GT ലൈൻ വേരിയന്റുകളാണ്. അതായത് ഇന്ത്യൻ ഉപഭോക്താക്കൾ പണം കൂടുതൽ നൽകിയാലും മികച്ച ക്വാളിറ്റിയുള്ള വണ്ടികൾ വാങ്ങാൻ തയ്യാറാണ്. ഈ ഒരു അസ്പിറേഷണൽ പ്രീമിയം ട്രെൻഡ് മുതലാക്കാനാണ് വോക്സ്വാഗൻ ശ്രമിക്കുന്നത്. ഇന്ത്യൻ വിപണിയിലെ തങ്ങളുടെ പ്രീമിയം ബ്രാൻഡ് എന്ന പദവി കൂടുതൽ ശക്തമാക്കാനാണ് 2026 വോക്സ്വാഗൻ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ കാത്തിരിക്കുന്ന മറ്റൊരു വാർത്ത സ്കോഡ ആരാധകരുടെ പ്രിയപ്പെട്ട സെഡാനായ ഒക്ടോവിയ RS ഈ വർഷം ദീപാവലിയോടെ വീണ്ടും ഇന്ത്യയിൽ എത്തിയേക്കും എന്നതാണ്. കഴിഞ്ഞ വർഷം വന്ന 100 യൂണിറ്റുകൾ മിനിറ്റുകൾക്കകമാണ് വിറ്റുപോയത്. ഇത്തവണ കൂടുതൽ കരുത്തുറ്റ 221 HP എഞ്ചിനും അത്യാധുനിക 12.9 ഇഞ്ച് ടച്ച് സ്ക്രീനുമായി ഒക്ടോവിയ RS വിപണി പിടിക്കാൻ ദീപാവലി സീസണിലെത്തും. പുതിയ കാറുകൾ വിപണിയിൽ എത്തുമ്പോൾ തന്നെ വണ്ടി ഭ്രാന്തന്മാരെ അല്പം നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. നിങ്ങളൊരു പുതിയ കാർ വാങ്ങാൻ പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ ഈ വരുന്ന മാസത്തിന് മുമ്പ് വാങ്ങുന്നതാകും ബുദ്ധി. കാരണം ഇന്ത്യയിലെ പ്രമുഖ നിർമ്മാതാക്കളായ ഹ്യുണ്ടായി മോട്ടോഴ്സും മാരുതി സുസുക്കിയും തങ്ങളുടെ കാറുകളുടെ വില വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഹ്യുണ്ടായി തങ്ങളുടെ കാറുകളുടെ വില 2026 ജൂൺ മുതൽ വർദ്ധിപ്പിക്കും എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇൻപുട്ട് ചെലവുകളിലുണ്ടായ വർധനവ്, അതായത് അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റമാണ് ഇതിന് കാരണമായി കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത്. ഹ്യുണ്ടായി മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയും വിവിധ മോഡലുകൾക്ക് 30,000 രൂപ വരെ ജൂൺ മുതൽ വില വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിലക്കയറ്റം എൻട്രി ലെവൽ കാറുകൾ മുതൽ SUVകളെ വരെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ മെയ് മാസത്തിലെ അവസാന ആഴ്ചകളിൽ ഡീലർഷിപ്പുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ വിലക്കയറ്റത്തിനിടയിലും ഇന്ത്യൻ ഓട്ടോമൊബൈൽ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു വാർത്തയാണ് വരാൻ പോകുന്നത്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് പ്രകാരം മാരുതി സുസുക്കിയുടെ പുത്തൻ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനം ജൂൺ 5-ന് ലോഞ്ച് ചെയ്യും. എന്താണ് ഫ്ലെക്സ് ഫ്യൂവൽ? സാധാരണ പെട്രോളിന് പുറമെ ഉയർന്ന അളവിൽ എഥനോൾ കലർത്തിയ ഇന്ധനത്തിലും വളരെ സുഗമമായി ഓടിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഇവയിലുള്ളത്. പരിസ്ഥിതി മലിനീകരണം വൻതോതിൽ കുറയ്ക്കാനും ഇന്ധന ചെലവ് ലാഭിക്കാനും ഇത് സഹായിക്കും. മാരുതിയുടെ ഈ സാങ്കേതിക വിദ്യ അവരുടെ പങ്കാളികളായ ടൊയോട്ടയും തങ്ങളുടെ ടൈസർ പോലുള്ള SUVകളിൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ആഗോളതലത്തിൽ ലക്ഷറി ബ്രാൻഡായ ലെക്സസ് പോലും തങ്ങളുടെ ES പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ ഫ്ലെക്സ് ഫ്യൂവൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഈ സാങ്കേതികവിദ്യയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഇന്ത്യൻ വിപണിയിലെ ഈ മാറ്റങ്ങൾ ഒറ്റപ്പെട്ട ഒന്നല്ല. ആഗോള ഓട്ടോമൊബൈൽ രംഗത്തുണ്ടാകുന്ന വൻ ചലനങ്ങളുടെ ഭാഗമാണിത്. നിലവിൽ യൂറോപ്പിൽ നടക്കുന്ന ടെസ്റ്റിംഗ് എക്സ്പോ യൂറോപ്പ് 2026,
ഓട്ടോമോട്ടീവ് മാനുഫാക്ചറിംഗ് എക്സ്പോ എന്നിവ ഭാവി വാഹനങ്ങളുടെ സുരക്ഷയും ഗുണനിലവാരവും പരിശോധിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകളാണ് ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. മറുവശത്ത് നമ്മുടെ അയൽരാജ്യമായ ചൈന 2026 പുതിയ ഓട്ടോമോട്ടീവ് സ്റ്റാൻഡേർഡ് പ്ലാൻ പുറത്തിറക്കിയിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ AI ചിപ്പുകൾ, വിപ്ലവകരമായ ബാറ്ററി ഇന്നോവേഷനുകൾ എന്നിവയിലാണ് ചൈന ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയും സാങ്കേതിക വിദ്യയും മാറ്റിമറിക്കും. അതേസമയം അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് USMCA താരിഫുകളും ആഗോള വ്യാപാര കരാറുകളും കർശനമാവുകയാണ്. ഇത് ആഗോളതലത്തിൽ വാഹന നിർമ്മാണ ചെലവിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിലക്കയറ്റത്തിന് പിന്നിലും ഇത്തരം ആഗോള വിതരണ ശൃംഖലയിലെ പ്രതിസന്ധികൾ ഒരു പ്രധാന കാരണമാണ്. ചുരുക്കത്തിൽ 2026 പകുതിയോടടുക്കുമ്പോൾ ഇന്ത്യൻ ഓട്ടോമൊബൈൽ രംഗം വളരെ ആവേശകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വശത്ത് 8 വർഷത്തെ ഏറ്റവും ഉയർന്ന റീറ്റെയിൽ വിൽപ്പനയുമായി വിപണി കുതിക്കുമ്പോൾ, മറുവശത്ത് ഇൻപുട്ട് ചെലവുകൾ കാരണമായുള്ള വിലക്കയറ്റം ഉപഭോക്താക്കളെ ബാധിക്കുന്നുമുണ്ട്. എങ്കിലും ടാറ്റ ടിയാഗോ, ഫേസ് ലിഫ്റ്റ് പോലുള്ള കുറഞ്ഞ ചിലവിലുള്ള ഫീച്ചർ റിച്ചായ കാറുകളും MG മജസ്റ്റോർ പോലുള്ള ലക്ഷറി SUVകളും ജൂൺ 5-ന് വരാനിരിക്കുന്ന മാരുതിയുടെ ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മുന്നിൽ വലിയ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. വരാനിരിക്കുന്ന ഉത്സവ സീസണിൽ സ്കോഡയുടെയും വോക്സ്വാഗണിൻ്റെയും പുത്തൻ മോഡലുകൾ കൂടി എത്തുന്നതോടെ വിപണി കൂടുതൽ സജീവമാകും. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.